여기에 부분적인 फोरेनरांनी केले अबे चप्पल फेंक के मार दिया मोदी मोदी സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ നിന്ന് നരേന്ദ്രമോദിയുടെ വാഹനത്തിന് നേരെ ചെരുപ്പേറുന്ന വാർത്തയാണ് ഇപ്പൊ എക്സിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ബുള്ളറ്റ് പ്രൂഫ് കാറിന് മുകളിലേക്ക് വന്നു വീണ ചെരുപ്പ് എടുത്തു മാറ്റുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനെയും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദി ഹിന്ദു പത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്ററായ വിജയ്ദാസ് സിംഗ് ആണ് ഈ വാർത്ത ആദ്യം ഷെയർ ചെയ്തത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നന്ദി പ്രകടനത്തിനായി ആദ്യമായി വാരണാസിയിലേക്ക് എത്തിയതായിരുന്നു മോദി. എന്നാൽ ഈ ദൃശ്യങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു. പക്ഷെ കോടി മീഡിയ ഒരു കാരണവശാലും ഇതൊന്നും തുറന്നു കാണിക്കില്ലെന്നും പുറത്തുവിടില്ലെന്നും എക്സിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ ഈ ദൃശ്യങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ചിരുന്നുവെങ്കിലും മോദി മീഡിയ ഒരു കാരണവശാലും ഇതൊന്നും തുറന്നു കാണിക്കില്ലെന്നും പുറത്തുവിടില്ലെന്നും എക്സിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. സത്യമാണ്, വാർത്തകൾ അറിയാൻ നമ്മൾ ആശ്രയിക്കുന്ന ഒരു മെയിൻ സ്ട്രീം മീഡിയയും ഇത് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ മോദിക്ക് നേരെ വീണ മാരകായുധം എടുത്തു മാറ്റുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ സഹതാപം തോന്നുന്നുവെന്നും അതേസമയം തന്നെ ഇതൊരു സുരക്ഷാ വീഴ്ചയല്ല എന്നും ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങ് വാരണാസിയിൽ മോദിയുടെ കാറിന് മുകളിൽ ചെരുപ്പ് വീണപ്പോൾ ഇങ്ങ് കണ്ണൂരിൽ വീണത് ബോംബാണ്. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. പാട്ടിക്കാട് ഹബ്ബാണ്. ഇനിയിപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞത് കാരണം ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ബോംബ് ഇവരാരും പേടിക്കണത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും. പിന്നെ ഞങ്ങളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ. ഞങ്ങളെ കുട്ടികൾ കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളെല്ലാവരും മനുഷ്യരല്ലേ. ബോംബ് വീണല്ലേ അയാളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അറിഞ്ഞോ, കണ്ണൂരിൽ വീണ്ടും ബോംബ് പൊട്ടിയത്രേ. ബോംബ് ആക്രമണത്തിൽ ഒരു വയോധികൻ മരിച്ചു. സ്വന്തം പാർട്ടി സമ്മേളനത്തിൽ പോലും ഇപ്പോൾ മുഖ്യമന്ത്രി ശരിയല്ല, ഈ കപ്പിത്താനെ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള ചർച്ചകളാണ്. അതിനിടയില നമ്മുടെ സ്വന്തം കണ്ണൂരിലെ ഈ ബോംബ് പൊട്ടൽ. ഇതൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ പോലീസുകാർ മിണ്ടാതെ നിൽക്കുകയാണെന്നാണ് സംഭവം അറിഞ്ഞ് അവിടെ എത്തിയ ഷാഫി പറമ്പലിന്റെ പ്രതികരണം. എന്നാൽ കുറ്റവാളികളിലേക്ക് വേണ്ട വിധം അന്വേഷണം എത്തുന്നില്ലെന്നും അദ്ദേഹം വാദിച്ചു. അവിടെ നടന്ന സംഭവങ്ങൾ പ്രദേശവാസിയായ ഒരു പെൺകുട്ടി തുറന്നു പറയുന്ന വീഡിയോയും വൈറലാകുന്നുണ്ട്. പ്രദേശത്ത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നുവെന്ന സീനയുടെ വെളിപ്പെടുത്തൽ വൈറലായതോടെ CPM പഞ്ചായത്ത് അംഗങ്ങൾ വീട്ടിലെത്തി രക്ഷിതാക്കളെ താക്കീത് ചെയ്തെന്ന് വെളിപ്പെടുത്തി വീണ്ടും സീന രംഗത്തെത്തി. മോളെ നിലയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞായിരുന്നു വിരട്ടൽ. ബോംബ്, അടി, ഇടി, വെട്ട്, കുത്ത് ഇതൊന്നും സത്യത്തിൽ ഇപ്പൊ ഇവർക്ക് പുത്തരിയല്ല, പതിവ് സംഭവങ്ങളാണെന്നർത്ഥം. എന്തായാലും ദീപാവലിക്ക് പൊട്ടിച്ചു കളിക്കാൻ ഉണ്ടാക്കുന്നതല്ലല്ലോ ഈ ബോംബുകൾ. അപ്പൊ പിന്നെ ഇത് ഗൗരവമായി തന്നെ എടുക്കേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മിണ്ടത്തില്ല എന്ന കാര്യം ഉറപ്പാണ്. ആ സ്ഥിതിക്ക് ഇതിൽ ആദ്യം പ്രതികരിക്കേണ്ടത് നമ്മുടെ കണ്ണൂരിന്റെ സ്വന്തം MP തന്നെയാണ്. ഞടിക്കണം സുധാകരൻ ജി. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ എന്നിട്ട് നിങ്ങളെ കാണാം. നല്ല ബെസ്റ്റ് MP. ഞാൻ കേട്ടതിന്റെ പ്രശ്നമൊന്നും അല്ലല്ലോ അല്ലേ? ഇനിയും പൊട്ടുമെന്ന് തന്നെയല്ലേ ഇദ്ദേഹം പറഞ്ഞത്? നല്ലതാ. പൊട്ടുക മാത്രമല്ല, അവിടെ ഒരാൾ മരിക്കുകയും ചെയ്തു. അറിഞ്ഞിരുന്നോ? ഒരു വൃദ്ധനാണ് അവിടെ ബോംബേറിൽ മരിച്ചത്. ചെറുപ്പക്കാരനല്ലല്ലോ, വൃദ്ധനല്ലേ മരിച്ചതെന്നോ? അതെന്താ, വൃദ്ധന്റെ ജീവന് വിലയില്ലെന്നാണോ? ആ വോട്ടിന് വിലയുണ്ടായിരുന്നല്ലോ അല്ലേ? കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം കൊണ്ടു നടക്കുന്ന ചിലരും ബാക്കിയുള്ളത് കൂടി കഴിഞ്ഞിട്ട് പ്രതികരിക്കാമെന്ന് പറയുന്ന മറ്റു ചിലരും ഒക്കെ കൂടി ആകുമ്പോ പണ്ടാരോ പറഞ്ഞതുപോലെ ഗോഡ്സ് ഓൺ കൺട്രി ബട്ട് ഡെവിൾസ് ഓൺ പീപ്പിൾ എന്നത് യാഥാർത്ഥമായിരിക്കുകയാണ്.